ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുണ്ടക്കൈ ആ ഒരു പ്രദേശത്തെ ആകെ നമ്മുടെ ചൂരൽ മല അവിടെ നിന്ന് ഇടിഞ്ഞു വന്ന ആ വെള്ളവും മലയും കുന്നും എല്ലാം കൂടെ ചേർന്നിട്ട് എടുത്തിട്ട് പോയി എന്ന് തന്നെ പറയാം. ഒരു സംഹാര താണ്ഡവം തന്നെ അവിടെ നടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ താണ്ഡവത്തിൽ ഏകദേശം 400 കുടുംബത്തിൽ പരം ഒലിച്ചു പോയി എന്ന് പറയപ്പെടുന്നുണ്ട്. സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് ഇതെന്ന് പറയുന്നത്. എന്നാലും പഞ്ചായത്ത് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവിടെ ഇനി 30 വീടുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പം തന്നെ അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഈ സമയത്ത് പോലും പരസ്പരം പഴിചാർന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പരസ്പരം പഴിചാരുന്ന കേന്ദ്രത്തെയും കേരളത്തിലെയും കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ചെറിയൊരു ലജ്ജ എല്ലാവർക്കും ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പല രാജ്യങ്ങളും നമുക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മുടെ സംസ്ഥാനത്തായാലും ഇന്ത്യയിലായാലും ഏറ്റവും ധനികരായിട്ടുള്ള ആൾക്കാരെല്ലാം അവരുടെ ഒരു ഫണ്ട് വിഹിതം ഇതിലേക്ക് ധനസഹായം എന്നുള്ള തരത്തിൽ തന്നിട്ടുമുണ്ട്. അപ്പം അങ്ങനൊരു കാര്യം പിരിവ് നടക്കുന്നുണ്ട്, ധനസമാഹരണം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രദേശത്തെ നമുക്കറിയാവുന്ന കാര്യമാണ്, ദുരന്തം വിതച്ച് ഈ ഒരു പ്രദേശത്തെ പഴയപടി ആക്കിയെടുക്കണമെങ്കിൽ വല്ലാത്ത പാടുപെടലുണ്ട്. അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം എനിക്ക് തോന്നില്ല അത്തരത്തിലുള്ള സാമ്പത്തിക സഹായം കൊടുക്കേണ്ടി വരുമെന്ന് തോന്നില്ല. കാരണം ആ സാമ്പത്തിക സഹായം വാങ്ങിക്കാൻ വേണ്ടി ആ കുടുംബങ്ങൾ ഇനി ആരെങ്കിലും അവശേഷിക്കണ്ടേ? കാരണം ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ ആ 5 പേരും ആ മണ്ണിനടിയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ഒരു പക്ഷേ മരണത്തെ പുൽകി എന്ന് പറയാൻ പറ്റും. കാരണം ചില വാർത്തകൾ കേട്ട സമയത്ത് നമുക്ക് ഉള്ളുലയ്ക്കുന്നത് പോലെ തന്നെയാണ് തോന്നിയത്. സോഫയിൽ 3 പേര് ഒന്നിച്ചിരിക്കുക, ഇവിടെ ആൾക്കാർ അതിനകത്ത് രക്ഷാപ്രവർത്തകർ ഇറങ്ങുന്ന സമയത്ത്, അങ്ങനെ പല അവസ്ഥകളും ആൾക്കാർ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. ഒരുപക്ഷെ പിഞ്ചു കുഞ്ഞു മുതൽ ഈ പറയുന്ന ഏറ്റവും വയസ്സായിട്ടുള്ള ആൾക്കാർ പോലും ശ്വാസം മുട്ടിപ്പെടയുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് സഹായിക്കണേ ദൈവമേ എന്ന് വിളിച്ച് ഒരുപാട് നിലവിളിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അങ്ങനെ കുറേ ഒരു പരിതസ്ഥിതികളെ അതിജീവിച്ചുകൊണ്ട് ആർക്കും തന്നെ അധികം പേർക്കൊന്നും ഈ പറയുന്ന ഭയങ്കരമായിട്ട് രക്ഷപ്പെടാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്കറിയാം. മണ്ണിൻ്റെ അടിയിൽ പൊതഞ്ഞു പോയതെന്ന് തന്നെയാണ് സത്യം. പല ജീവനുകളും അതിൽ ഒരു പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഈ പറയുന്ന മല കൊണ്ടുപോയി എന്ന് തന്നെ പറയാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ 2018 കുഫോസും ISROയും ചേർന്ന് നൽകിയ ഒരു റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് ചൂരൽമലയിലെ കുന്നുകൾ ഇടിഞ്ഞ് അല്ലെങ്കിൽ പിളർന്നു തുടങ്ങി എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്ത് പിന്നെ അതിന് പറ്റിയെന്ന് എനിക്കറിയില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിലും പറയുന്നുണ്ട് ഈ ഒരു പരിസ്ഥിതി പഠന കേന്ദ്രം ഇങ്ങനൊരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അതും എങ്ങനെ തള്ളിയെന്ന് അറിയത്തില്ല. പക്ഷേ ഈ സമയത്ത് കേന്ദ്രം കൃത്യമായിട്ട് അമിത്ഷാ കേരളത്തെ പഴിക്കുന്നുണ്ട്. കാരണം പറയുവാണ് ഇങ്ങനെ ഇതിന് മുന്നായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം മഴ മുന്നറിയിപ്പ് നൽകിയിട്ടും എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇപ്പം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉചിതമായിട്ടുള്ളതാണെന്ന് പറയുന്നുണ്ട്. കുറ്റം പറയുന്നു എന്നാൽ കുറ്റം പറയുന്നില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് അവിടെ പോണേന്ന് പറയുന്നത്. പിണറായി വിജയൻ അതിനുള്ള മറുപടിയും കൊടുത്തു. ഇത്ര ക്യൂബിക് സെൻറ്റിമീറ്ററിനകത്തുള്ള മഴ മാത്രമേ അവിടെ പെയ്തിട്ടുള്ളൂ, അതിലപ്പുറത്തേക്ക് 500-ന് മുകളിലൊന്നും പോയിട്ടില്ല. അതായത് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്കുള്ളൊന്നും പോയിട്ടില്ല. യെല്ലോ അലേർട്ടിനുള്ള കാര്യം പോലുമായിരുന്നു. പെട്ടെന്നായിരുന്നു ഈ ഒരു സാഹചര്യം വന്നതെന്നുള്ള തരത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അലേർട്ടും പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും റിപ്പോർട്ട് വന്നിട്ടില്ല. ഈ ഒരു ദുരന്തത്തിന് ശേഷമാണ് വന്നതെന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും തിരിച്ച് മറുപടി നൽകുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഈ ഒരു ദുരന്ത ഭൂമിയിൽ ഇത്രയധികം ആൾക്കാർ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒന്നിച്ച് തന്നെ മണ്ണിനടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന എത്രയോ പേര് നമുക്കറിയാവുന്നതാണ്. ഇത്രയും ദിവസം അതായത് മഴ ചെളി ഇങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുകാൻ തുടങ്ങും ശരീരം, ദുർഗന്ധം വമിച്ചു തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനൊരു ദുരന്ത ഭൂമിയാണ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇവരെന്തിൻ്റെ പേരിൽ ഈ ഒരു ലോജിക്കും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കോമൺ സെൻസും ഇല്ലാതെ പഴിചാരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. ഫണ്ടുകൾ കുറേ കിട്ടുന്നുണ്ട്, അത് ആർക്ക് കൊടുക്കണമെന്ന് പോലും അറിയില്ല. ഈ ഒരു സ്ഥലം ഇനി നേരെയാക്കി എടുത്തിട്ട് എന്തിനാണ് ആണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇനിയിവിടെ ഉണ്ടാവും. കാരണം ആ മലയുടെ സ്ഥിതിയും കാഴ്ചകളും കാണുന്ന സമയത്ത് നമുക്കറിയാം അത് അങ്ങനൊരു മേഖലയാണ്. ആ മേഖലയിൽ എപ്പം വേണമെങ്കിലും അത് ഒരു ശവപ്പറമ്പായി കഴിഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അവിടെ ഇനി ഓരോ ആൾക്കാർ വന്ന് താമസിക്കും എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി നൽകേണ്ടത് ഒരു പുനരധിവാസ പാക്കേജാണ്. അപ്പോൾ ഇപ്പം നടക്കുന്ന ധനസമാഹരണം ശരിക്കും പോകേണ്ടത് അത്തരത്തിലേക്കാണ്. ഈ അവിടെ അവശേഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തുക, അവരെ പുനരധിവസിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു പാക്കേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഈ കൂട്ടുക എന്നുള്ള കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സഹായം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരെയും ഈ പറയുന്ന ഈ ഒരു ഉരുൾപൊട്ടൽ എടുത്തുകൊണ്ട് തന്നെ പോയി കഴിഞ്ഞു. അപ്പം
ഇനിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു വീഴ്ചയില്ലാതെ ഇവർ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി അവിടെ അവശേഷിക്കുന്നവർക്കെങ്കിലും ജീവിതം പിടിച്ചെടുക്കാൻ പറ്റൂ. അതല്ലാതെ ഈ ഒരു ദുരന്ത ഭൂമിയെ അവിടെ തന്നെ മണ്ണിട്ട് മൂടി പോകാൻ തീരുമാനിച്ചിട്ട് വീണ്ടും താമസിക്കാനുള്ള ആൾക്കാർ അവിടെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ താമസിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലപ്പുറം ഒരു ദുരന്തമായിരിക്കും നമ്മളിനി കൺമുന്നിൽ കാണാൻ പോകുന്നതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് ഇപ്പം തന്നെ നമുക്കറിയാം ഭാരതപ്പുഴ കവര കവിയാൻ തുടങ്ങി എന്നുള്ളൊരു പ്രളയ മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയം. നമുക്ക് പ്രളയം നടന്നൊരു വർഷം ഓർമ്മയുണ്ട്, 2018. അതും ഏകദേശം ഈ ഒരു സമയത്തിനോടനുബന്ധിച്ച് തന്നെയാണ്. എത്ര പേരെ കൊണ്ടുപോയെന്ന് നമുക്കറിയാൻ പറ്റും. ഈ സമയത്ത് ഒരാളും തന്നെ എനിക്ക് തോന്നുന്നില്ല ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ തമ്മിൽ തല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യർ ഒന്നായിട്ട് നിൽക്കേണ്ടുള്ളതാണ്. മണ്ണിനടിയിലേക്ക് പൊതഞ്ഞു പോകുന്ന സമയത്ത് എടാ ഞാൻ കോൺഗ്രസ് ആണ്, അതുകൊണ്ട് നീ കോൺഗ്രസ് ആണെങ്കിൽ മാത്രം എന്നെ രക്ഷിച്ചാൽ മതി എന്ന് ഒരാളും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യത്വമാണ് ഇവിടെ ഏറ്റവും വലുതെന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളാണ് ഇവിടെ വലുതെന്ന് ആരും വിചാരിച്ചിട്ട് കാര്യമില്ല, മതമാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ സാഹോദര്യമാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. അപ്പം നമ്മളെ നശിപ്പിക്കാൻ നിൽക്കുന്ന ശക്തികൾ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള വിവരവും ബോധവും ആദ്യം ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പണമില്ലാത്തവൻ അല്ലെങ്കിൽ പദവി ഇല്ലാത്തവനാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ദുസ്ഥിതി ഉണ്ടാകുന്ന സമയത്ത് നിലവിളിക്കാനും അലമുറയിടാനും മാത്രമേ കഴിയുള്ളൂ. പണവും പദവി ഉള്ളവർക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടായാലും എന്തോ എടുത്തിട്ടായാലും പറന്നുയർന്ന് മറ്റ് നാടുകളിലേക്ക് ചേക്കാറിനുള്ള എല്ലാ ബാങ്ക് ബാലൻസും അവരുടെ കയ്യിൽ ഉണ്ടാവും എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ഭൂമിയെ നശിപ്പിക്കാനുള്ള വളം നമ്മൾ തന്നെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വളത്തിനൊപ്പം നമ്മൾ കൂടി ലയിച്ചു ചേരുമെന്നും ആദ്യം മനസ്സിലാക്കുക. ഭൂമി എന്ന് പറയുന്നത് ഭയങ്കര ശേഷിയുള്ള ഒന്നൊന്നുമല്ല, എല്ലാം സഹിക്കാനുള്ളത്. ഒരുമാതിരിയൊക്കെ സഹിക്കും, അതിന് തരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് തരും. പക്ഷെ അതിലപ്പുറത്തേക്കൊരു ചൂഷണം ചെയ്യൽ അത് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടി നമുക്ക് തരിക തന്നെ ചെയ്യും. അത് തന്നെയാണ്. അതല്ലാതെ ഈ ബാക്കിയുള്ള കുറേ ആൾക്കാർ വന്ന് പറയുന്ന കണക്ക് ആഗോളതാപനം, കാർബൺ മോണോക്സൈഡ് ഉയരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഉയരുന്നു, അതുകൊണ്ട് പരിസ്ഥിതി ഈ പറയുന്ന അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് സംഭവിക്കുക എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. ഒരു വിവരവും ഇല്ലാത്ത ബോധവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നതെന്ന് പറയുന്നത്. അവിടെ കൃത്യമായിട്ട് മൈനിങ് നടക്കുന്നുണ്ട്, പാറ പൊട്ടിക്കൽ നടക്കുന്നുണ്ട്, ക്വാറികളിൽ കുന്നിടിക്കുന്നുണ്ട്. നമ്മൾ കർണാടകയിൽ കണ്ടതല്ലേ ഈ പറയുന്ന JCBക്കും മറ്റിനുമായിട്ട് പകുതി മാത്രം അവിടുത്തെ റോഡ് NH റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യം നമ്മൾ ശിരൂരിലെ കാര്യം കണ്ടതാണ്. ഒരുപക്ഷെ നേരിട്ട് കാണുമ്പോലുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. NH 4 വരെ ആക്കാൻ വേണ്ടിയിട്ട് പകുതി കുന്നിടിച്ച് വെച്ചിട്ട് അവിടെ ഒരു തരത്തിലുള്ള ഒരു ബാരിക്കേഡോ അല്ലെങ്കിൽ ഈ പറയുന്ന അതിന് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യങ്ങളും ചേർക്കാതെ ചുമ്മാതെ എന്തൊക്കെയോ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ ഫലമാണ് നമ്മൾ കർണാടകയിൽ മുമ്പുള്ള ആഴ്ചകളിൽ നമ്മൾ കണ്ടത്. അതിൻ്റെ മറ്റൊരു കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അമിതമായിട്ട് പാറ പൊട്ടിച്ചെടുക്കൽ, ഈ പറയുന്ന നദിയിൽ നിന്ന് മണൽ വാരിയെടുക്കൽ, അതല്ലെന്നുണ്ടെങ്കിൽ രാസവള പ്രയോഗം, കീടനാശിനി പ്രയോഗം, എല്ലാ തരത്തിലും ഈ പറയുന്ന പുഴയൊക്കെ മലിനീകരിക്കൽ, വനനശീകരണം, അവിടേക്ക് ആൾക്കാരുടെ കടന്നു കയറ്റം. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം വന്യജീവികൾ ഇങ്ങോട്ട് ഇറങ്ങുന്നതിൻ്റെ കാരണം അവർ താമസിക്കുന്ന അധിവസിക്കുന്ന ഈ പറയുന്ന വനത്തെ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ കയ്യേറുന്നത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർ സ്വൈര്യമായി അവിടെ വിഹരിക്കത്തേ ഉള്ളൂ. അപ്പം അവരെ സ്വൈര്യമായിട്ടുള്ള അവരുടെ വിഹരിക്കലിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മനുഷ്യർ അവിടെ അവരുടെ ആവാസവ്യവസ്ഥ കെട്ടിപ്പൊക്കുന്ന സമയത്ത് അവർ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുന്നു. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേയധികം ഈ പറയുന്ന ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ചേർന്നിട്ട് അത് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേയധികം പാക്കേജുകൾ അവിടെ ഉണ്ടാക്കിയെടുക്കുന്നു. ഈ പറയുന്ന വിദേശ നാണ്യം കണ്ടുകൊണ്ടുള്ള കുറേ പ്രവർത്തനങ്ങൾ. പക്ഷേ ഇതൊക്കെ നമ്മുടെ പരിസ്ഥിതിയെ എന്തുമാത്രം ബാധിക്കുന്നു, പിന്നീട് നമുക്കത് എത്രമാത്രം ദോഷപരമായിട്ട് ബാധിക്കുമെന്നുള്ളൊരു തിരിച്ചറിവ്, ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടൊന്നും നിൽക്കാൻ പോകുന്നില്ല, സ്ഥിരമായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ പണ്ട് നമ്മൾ പറയത്തില്ലേ പരശുരാമൻ ഈ പറയുന്ന മഴ എറിഞ്ഞുണ്ടാക്കിയത് അതിന് മുന്നേ വെള്ളമായിരുന്നു, കടലായിരുന്നു, അത് പിന്നീട് ഉണ്ടാക്കിയെടുത്തതാണ്. അതേ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചെത്തും. അതായത് എല്ലാം ഈ പറയുന്ന വെള്ളം മൂടി ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥലമായിട്ട് ഇവിടെ മാറുക തന്നെ ചെയ്യും. കാരണം നമ്മളെ സഹിക്കേണ്ടത് പ്രകൃതിയാണ്. ആ പ്രകൃതിക്ക് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ആ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, അതിന് കോട്ട സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. സംസാരിക്കാനുള്ള ശേഷിയില്ലെങ്കിലും പ്രഹരണശേഷി എന്ന് പറയുന്നത് ഒരുപക്ഷെ ബോംബിനെക്കാളും 16,000 മടങ്ങായിരിക്കും അവരുടെ ആ ഒരു ശേഷി. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വെള്ളത്തിൻ്റെ താണ്ഡവമായാലും ഈ പറയുന്ന മണ്ണിൻ്റെ താണ്ഡവമായാലും നമുക്ക് മനുഷ്യർക്ക് ആർക്കും ഒരു സാങ്കേതിക വിദ്യയ്ക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എതിരിടുന്നത് ഏത് ശക്തിയോടാണ്, കാരണം നമ്മളെ സൃഷ്ടിച്ച ശക്തിയോട് തന്നെയാണ് നേരിടുന്നതെന്നുള്ള ആദ്യം ബോധോദയം ഉണ്ടാകുക. പൈസ ഉണ്ടാക്കിയെടുത്തിട്ട് എവിടെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മൂടോടെ കൊണ്ടും അവസാനം 6 അടി മണ്ണിൽ കുഴിച്ചിടുക തന്നെ ആയിരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട്
വീണ്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സാധാരണ ജനങ്ങളെങ്കിലും കൂട്ടു നിൽക്കാതിരിക്കുക. പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുന്ന ഏതൊരു പ്രവൃത്തിയോടും നമ്മൾ തിരിച്ച് പ്രതികരിക്കുക തന്നെ ചെയ്യുക. ഭൂമി നമ്മുടെ മാതാവാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഭൂമിയെ നശിപ്പിക്കാൻ നമ്മൾ കൂട്ടു നിൽക്കില്ല. ഇനിയും ഈ പറയുന്ന പഴിചാരൽ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. കാരണം ഈ ഒരു സമയത്ത് പരസ്പരം പഴിചാരലുള്ള സമയമല്ല, നമ്മൾ ഒന്നായിട്ട് നിൽക്കേണ്ടുള്ള സമയമാണെന്ന് നമുക്ക് പറഞ്ഞു തരേണ്ട ആൾക്കാരാണ് ഇവരെന്ന് പറയുന്നത്, ഈ ഭരണകൂടങ്ങൾ. പക്ഷേ എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കുന്ന സമയത്ത് അതിൻ്റെ ക്രെഡിറ്റ് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി ഭയങ്കര ഞാനാണ് അത് കൊണ്ടുവന്ന വിഴിഞ്ഞം പദ്ധതി തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. പക്ഷേ ഇങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങളിതിലൊന്നും പറ്റിട്ടില്ല, അതൊക്കെ വേറെ ഏതോ വഴിക്ക്. എന്ത് നാടില്ലേ.